ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 12 നിഹാദിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഈവനിങ് 5 മണിക്കാണ് നിക്കാഹ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫാമിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഓരോരുത്തർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എൻട്രൻസിലെത്തി. അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ എല്ലാവരും കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇന്നലെ എത്തിയതല്ലേ, അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് കാണാം. നമ്മളെ ഫാമിലിയിലുള്ളവരൊക്കെ ഉണ്ടാവും ഇന്ന്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ആരും പോയി കാണേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കുക. അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ഞാൻ ഹാളിലേക്ക് കയറുകയാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. സാറ്റർഡേ സൺഡേ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഓവറായിട്ടില്ല. ഒരു 3 മണിക്ക് ശേഷം ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ട്. പിന്നെ ഓക്കെ. അപ്പം മഴ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മൾ ചെയറൊക്കെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിക്കാഹിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മഹർ. ഒരു വലിയ ചെയിനും ഒരു ചെറിയ ചെയിനും ആയിട്ടാണുള്ളത്. അപ്പോഴേക്കും ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇനി ചെക്കനെ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്.
അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് മക്കൾ, കുട്ടികളെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അധികം പ്രാക്ടീസൊന്നും ഇല്ലാത്തൊരു ഡാൻസായിരുന്നു, എന്നാലും മക്കൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഗാനമേള ടീം ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ പാട്ടൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ടൈം രാത്രി 2:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെണ്ണിനെ വീട്ടിലോട്ട് കയറ്റുകയാണ് ചെക്കൻ്റെ ഉമ്മ. അങ്ങനെ കയറ്റിയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് സാരി എടുത്തിട്ടാണ് നമ്മൾ മണിയറയിലേക്ക് കയറ്റുന്നത്. അപ്പം നമ്മൾ അധികം ആളുണ്ടായില്ല, എൻ്റെ ആങ്ങളാരും പിന്നെ കുറച്ച് നമ്മൾ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്.
ചെക്കനും പെണ്ണിനും മണിയറയിലേക്ക് കയറ്റിയതിന് ശേഷം അവൻ്റെ ഫ്രണ്ട്സ് ഒന്നും പുറത്തിറങ്ങണില്ല, അവൻ്റെ വക പാർട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രാത്രി എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കഴിച്ചു. എന്നിട്ടാണ് ചെക്കനെ മണിയറയിലേക്ക് കയറ്റിയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.